ഇവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരുടെ പേരും ആർക്കും അറിയാത്തവരാരുമല്ല. എന്നാലും ഞാൻ പറയാണ്, ഇവര് ഡാഷ് ആണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളായിരുന്നു ഈ ഡാഷ് എന്ന് പറയുന്ന ആൾക്കാര്. ഇപ്പോഴാണ് അവര് പൊതുവെ നമ്മുടെ കേരളത്തിൽ കുറഞ്ഞു വന്നത്. പിന്നെ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൃത്തിക്കാരായിരിക്കും. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ശരീരം അന്നേരം നല്ല മിനുസമുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഒരു കളറും ഒരു വെറൈറ്റി ആണ്, ഒരു ചോക്ലേറ്റ് കളറാണ്. അത് ഇവിടെ ഒരു പെൺകുട്ടിയാണ്, 11 മാസമായ പെൺകുട്ടിയാണ്. പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്റെ മടി കയറി ഇരിക്കുന്നുണ്ട് ആള് എന്താ പെറ്റാണോ? ഇപ്പൊ നമ്മൾ പെറ്റായിട്ട് തന്നെ വളർത്തിയതാണ്. ഇവർ നമ്മുടെ വേട്ടപ്പെട്ടി ഇനത്തിൽ വരുന്നതാണ്. അപ്പൊ നല്ലപോലെ കുരയ്ക്കുകയൊക്കെ ചെയ്യും. ഷോർട്ട് ടൈപ്പ് ആണ്, തീരെ ഷോർട്ട് ടൈപ്പ് ആണ് ആള്. അതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റിനകത്താണേലും കുഞ്ഞു പിള്ളേർക്ക് ഒരു ഹാൻഡിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇവരുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവര് ആൾക്കാരെ കാണുമ്പോൾ നല്ല വൃത്തിക്ക് കുരയ്ക്കുകയും ചെയ്യും, കടിക്കുകയും ചെയ്യുന്ന ഒരു ബ്രീഡോടാണ്. അതുപോലെ തന്നെ അതായത് പാമ്പുകളെയും എലികളെയൊക്കെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവക്കൊരു കെട്ടിയാനുണ്ടേ. കെട്ടിയോനും കെട്ടിയോളില്ല, ഇവർ മാറി നിൽക്കത്തൊന്നുമില്ല. അപ്പൊ ഇവരെ രണ്ടുപേരും കൂടെ ഇറക്കുവാണെങ്കിൽ രണ്ടും കൂടെ എന്നെ ഇവിടെ എടുത്തില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞാൻ മുമ്പേ കാണിച്ചല്ല, അവിടെ കെട്ടിയോനാണ് ഇവന് 1.5 വയസ്സോളം ആവുന്നുണ്ട്. ഇവനെ വണ്ണം വെക്കുന്ന ടൈപ്പ് അല്ല, അവളാണ് വണ്ണം വെക്കുന്നത്. ഇവന് 2 കളർ ഷെയ്ഡാണ്, ബ്ലാക്കും ടാനും കൂടെ ചേർന്നൊരു കളറാണ് ഇവനുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെറ്റായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും വളർത്താം. നമ്മൾ ആ രീതിയിലാണ് ഇവരെ വളർത്തിക്കൊണ്ട് വന്നേക്കുന്നത്. എന്ന് വെച്ച് തീരെ പറ്റല്ല, ആൾക്കാരെ കാണുമ്പോൾ കുരയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് ഫുഡ് ഇവർ കഴിക്കും. അങ്ങനെ നിർബന്ധമൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല. ഒരു നേരമാണ് ഇവർക്കും ഫുഡ് കൊടുക്കുന്നത്. അപ്പൊ ഈ കെട്ടിയോളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വായോയെ.